എലഗന്റ്. അച്ഛാ നോക്കി. വിശാൽ, സുശീല ആന്റി. സുശീല ആന്റി. എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ നടക്കുന്നതെന്ന്? ഇങ്ങോട്ടൊരു മടങ്ങി വരവ് ഇനി ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച അന്ന് ഞാൻ പോയത്. പക്ഷെ ഗോപിയേട്ടൻ തളർന്നു കിടക്കുകയാണെന്ന് പ്രഭേച്ചി വിളിച്ചു പറഞ്ഞപ്പോ ഏട്ടനെ കാണാൻ ടെൻഷൻ അടിച്ച് ഞാൻ ഓടി വരുമ്പോ കാണുന്ന കാഴ്ചയത്. ഇതെന്താ ഫാൻസി ഡ്രസ്സോ? ഇവളെ ആരാ ഈ കോലത്തിലാക്കിയത്? ഈ രാധികയും ഗാർഗി. ഗോപിയേട്ടന്റെ ആഗ്രഹമാണെന്നാ രാധിക പറയുന്നത്. പാർവതിയെ ഗായത്രിയുടെ വേഷത്തിൽ കാണണമെന്ന്. ഗോപിയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. സുശീലയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ഗോപിയേട്ടനോട് തന്നെ ചോദിച്ചു നോക്ക്. ശബ്ദം പുറത്തു വരില്ലെന്നേ ഉള്ളൂ. കണ്ണി നോക്കിയാ ഗോപിയേട്ടന്റെ മനസ്സ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ എന്തിനാ എല്ലാവരും ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നേ? മനസ്സുള്ളവര് വിശ്വസിച്ചാ മതിയെന്നേ. അച്ഛാ, ഈ വീട്ടിലെ മരുമോളായിട്ട് വരുന്നതേ പാർവതി ആയിരിക്കുമെന്ന് ഗായത്രി അമ്മയ്ക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഡ്രസ് കണ്ടില്ലേ? അളവെടുത്ത് തയ്പ്പിച്ചതുപോലെയുണ്ട്. ഓർണമെന്റ്സും എല്ലാം പാർവതിക്ക് മാച്ചാ. ഓർണമെന്റ്സ് മുഴുവനൊന്നും ഇട്ടിട്ടില്ല. ഇടാനേ പാർവതി ഒട്ടും സമ്മതിച്ചില്ല. ഇവൾക്ക് എന്തോ ഒരു ചമ്മല് പോലെ. അച്ഛൻ പറ, ഗായത്രിയമ്മയെ പോലെ തന്നെയുണ്ടോ? വിശാൽ ബ്രോ പറ, ഗായത്രിയമ്മയെ പോലെ ഉണ്ടോ? പാർവതിയെ പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സാക്ഷാൽ പാർവതി ദേവിയെ പോലെ. എന്താ ഐശ്വര്യം, എന്താ തേജസ്. ചെറിയമ്മേ, പാർവതിക്ക് കണ്ണു കിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്നും സാരമില്ല. ഞാനേ ഉപ്പും മുളകൊഴിഞ്ഞ് അടുപ്പിലിട്ടോളാം. സൗന്ദര്യമുള്ള പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് തോന്നതാ. സൗന്ദര്യത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തിക്കൊടുക്ക്. അതിൽ 4 മാർക്ക് കിട്ടിയാലായി. അവരുടെ മുന്നിലേ നിന്നെ നിർത്തിക്കൊടുക്കാം. 0 മികച്ചത് 4 തന്നെയാണല്ലോ. ചെറിയമ്മേ, അസൂയക്കും കുശുമ്പിനും ഇനിയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? എനിക്ക് അസൂയോ? ഈ കോലം കെട്ടല് കണ്ടിട്ടോ? സുശീലേന്തി, എന്റെ വീട്ടിലും ജോലിക്കാരികളുണ്ട്. വീട്ടുകാര് സംസാരിക്കുന്നിടത്തേക്ക് എത്തി നോക്കാൻ പോലും അവർക്കാർക്കും അവകാശമില്ല.
പക്ഷേ ഈ വീട്ടിലും വീട്ടുകാരെക്കാളും മുകളിലാ ജോലിക്കാരിയുടെ സ്ഥാനം. അതിന്റെ ആവശ്യമുണ്ടോന്ന് ആന്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. വയ്യാതെ കിടക്കുന്ന ഒരാൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഗാർഗി രാധിക്ക് അത് സാധിച്ചു കൊടുത്തു. നല്ല കാര്യം. ഗോപിയേട്ടന്റെ ആഗ്രഹം നടന്നില്ലേ? മതി. ഇനി നീ പോയി നിന്റെ വസ്ത്രം ഇട്. ചെല്ല. അടുക്കളക്കാരിയുടെ വേഷം. നിക്ക്. നിന്നെ ഈ വേഷത്തിലൊന്ന് കണ്ടാ മതിന്നല്ല ഗോപിയേട്ടൻ പറഞ്ഞത്. ഇതായിരിക്കണം ഇനി മുതൽ നിന്റെ വേഷം ന്നാ. നീ എന്താ പറഞ്ഞത്? ഇവൾ ഇന്നു മുതൽ തമ്പുരാട്ടിയെ പോലെ ഇവിടെ അണിഞ്ഞൊരുങ്ങി നടക്കണമെന്നോ? അത് ഞാനല്ല പറഞ്ഞത്, ഗോപിയേട്ടനാ. എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഗോപിയേട്ടനോട് പറഞ്ഞാ മതി. ഗോപിയേട്ടാ, അച്ഛന്റെ കണ്ണടച്ചു കളഞ്ഞു. ഒന്നും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട എന്നാ അതിന്റെ അർത്ഥം. കേട്ടില്ലേ ആന്റി? അങ്കിള് കണ്ണടച്ചതിന് അങ്ങനൊരു അർത്ഥമൊന്നുമില്ല. ഇവർക്ക് തോന്നുന്ന പോലെ അങ്ങ് പറയാം. ഏട്ടന്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ താല്പര്യം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കണ്ട. പാർവതി ഇവിടുത്തെ ജോലിക്കാരിയാ. ജോലിക്കാരിക്ക് ജോലിക്കാരിയുടെ വേഷം മതി. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. സംസാരശേഷി നഷ്ടപ്പെട്ട് തളർന്നു കിടക്കുന്ന ഗോപിയേട്ടന്റെ പേരില് ബാക്കിയുള്ളവരെ വിഡ്ഢികളാക്കുന്ന ഒരു കാര്യവും ഇനി ഈ വീട്ടിലുണ്ടാകരുത്. സ്വയം വിട്ടികളാവാൻ വേഷം കെട്ടി തയ്യാറായി നിൽക്കുന്നവരോട് എന്തു പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് മൗനം വിദ്വാനും ഭൂഷണം. ആ നിലപാടാണ് ഇപ്പൊ ആവശ്യം. അച്ഛന്റെ അഭിപ്രായം എന്ന നിലയിൽ ഞാനും ചെറിയമ്മയും പറയുന്നത് നിങ്ങൾ ആരും മുഖവിലേക്ക് എടുക്കണ്ട. പാർവതി ഇനി മുതൽ ഇവിടുത്തെ പണിക്കാരിയാണോ വീട്ടുകാരിയാണോന്നേ ഈ പേപ്പർ പറയും. ഇതാരും മറന്നിട്ടില്ലല്ലോ. എന്തെങ്കിലും കാരണത്താൽ വിശാൽ ജാസ്മിൻ വിവാഹം നടക്കാതെ വരികയാണെങ്കിൽ ആ സ്വത്തുക്കൾ മുഴുവനും പാർവതിയുടെ അധീനതയിൽ തന്നെ ആയിരിക്കുമെന്നും ഇവള് പിന്നെ ഈ വീട്ടിലെ ജോലിക്കാരി ആയിരിക്കില്ലെന്നും ഇവളായിരിക്കും ഈ വീട്ടിലെ ഗൃഹനാഥയെന്നാ ബാക്കി ഭാഗം. അടുക്കളക്കാരിയെ എളുപ്പം തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള നിങ്ങളുടെ ആത്മവിശ്വാസമാണ് ഇതിൽ സൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം തന്നത്. പക്ഷേ പാർവതിയെ സഹായിക്കാൻ ദൈവം കൂടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ല. ഗോപിയേട്ടൻ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഈ അഗ്രിമെന്റ് പ്രകാരം ഒരു തമ്പുരാട്ടിയെ പോലെ ഇവൾക്ക് ഈ വീട്ടിൽ അണിഞ്ഞൊരുങ്ങി നടക്കാം. ഇവിടെ ഇവിടെ അളിയന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞാനൊരു കാർപ്പന്ററിനെ വരുത്തി ഒരു സിംഹാസനം പണിയിപ്പിക്കാം. താഴെ ഹാളിൽ തന്നെ ഇടാം. മരുമകള് മഹാറാണിയായി അതിൽ തന്നെ ഇരുന്ന് ഭരിക്കട്ടെ. എനിക്ക് സിംഹാസനമൊന്നും വേണ്ട.
ഞാൻ ഇവിടുത്തെ മഹാറാണിയും അല്ല. ഈ വേഷം എനിക്ക് ചേരില്ലെന്ന് എല്ലാവരെക്കാളും നന്നായി എനിക്കറിയാം. വിഷ്, എന്താ നിന്റെ പ്ലാൻ? ഈ എഗ്രിമെന്റിലുള്ളതുപോലെ ഇവളെ ഈ കുടുംബത്തിലെ തമ്പുരാട്ടിയായി വാഴിക്കാനാണോ? ഇതേ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ എഗ്രിമെന്റ്. അന്നും ഇപ്പോഴും ഞാൻ വെറും കാഴ്ചക്കാരൻ മാത്രമാണ്. പക്ഷേ ഈ എഗ്രിമെന്റ് നിലനിർത്തിക്കൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഈ പാർവതിക്കാണ് ഇവിടെ പവർ. എന്നുവെച്ചാ എനിക്കൊരു സ്ഥാനമില്ലെന്ന് അല്ലേ? നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനേ ഉള്ളൂ, വലിഞ്ഞു കയറി വന്നവൾ എന്ന സ്ഥാനം. അതിൽ കൂടുതല് നീ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ആഗ്രഹിക്കുന്ന തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അർഹതയുള്ളതേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. മറ്റൊരു പെൺകുട്ടിയെ വഴിയാധാരം ആക്കണമെന്നുള്ള നിന്റെ ആഗ്രഹത്തിന് ആഗ്രഹം എന്നല്ല പറയേണ്ടത്, തോന്നിവാസമെന്നും അത്യാഗ്രഹവും എന്നാ. കാര്യങ്ങൾക്കൊക്കെ ഏകദേശം തീരുമാനമായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പൊയ്ക്കൂടെ? ഞാനിവിടുന്ന് പോണം അല്ലേ? ഞാനിവിടുന്ന് പോണം അല്ലേ? ഇപ്പൊ തന്നെ പോവാം. അയ്യോ, ഞാൻ പോവാ. ഞാൻ ഇപ്പൊ തന്നെ പോവാ. മോളെ, ഞാൻ പോവാ. ജാസ്മിൻ, ജാസ്മിൻ വേണ്ട. ഏയ്, ജാസ്മിൻ, മോളെ, ജാസ്മിൻ, ജാസ്മിൻ, വിട്, വിട് അവളെ. വിട്, മോളെ, ജാസ്മിൻ, വിട്. വേണ്ട. ജാസ്മിൻ, പറയുന്നേക്ക്. ജാസ്മിൻ, വേണ്ട. ജാസ്മിൻ, എന്തീ കാണിക്കുന്നേ? ജാസ്മിൻ എന്താ ഈ കാണിക്കുന്നേ? ജാസ്മിൻ, മോളെ, വേണ്ട. വേണ്ട. നീ പറയുന്നൊന്ന് കേക്ക്. അങ്കിളെ, വിടാ. ഏയ്, ജാസ്മിൻ, വിട്. കത്തികളാ. വിട്. ജാസ്മിൻ, നീ ജാസ്മിൻ. പറയുന്നൊന്ന് കേക്ക്. എന്താ മൊത്തം ഈ കാണിക്കുന്നേ? വിട് അങ്കിളെ. വേണ്ട. ജാസ്മിൻ, മാറ്റിപ്പിടി. മോളെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇല്ല. ജാസ്മിൻ, മോളെ. വിട്. നിർത്താനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് തന്നെ. വിട്. പപ്പാ, മാറും. പപ്പാ, മോള് കരയണ്ട. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പപ്പ പോകുന്നുള്ളൂ. മോള് കരയണ്ട, വാ. പ്രഭാവതി, നിങ്ങൾ എന്ത് പറഞ്ഞ എന്റെ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? വക്കീലെ, അത് നിങ്ങളുടെ മകന്, ഈ നിൽക്കുന്ന വിശാലിന് ജാസ്മിനെ വിവാഹം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല? എനിക്കൊരു ഉത്തരം ഇപ്പൊ കിട്ടിയേ പറ്റൂ. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല. വിശാലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തന്നെയാ ഞാൻ ജാസ്മിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. വിവാഹം നടത്തിക്കൊടുക്കാൻ ശ്രമിച്ചതുവാ. എന്നിട്ട് എന്താണ് ഉണ്ടായതെന്ന് ജാസ്മിനും ജതിനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആശുപത്രിയിൽ നിന്ന് വിശാല തിരിച്ചെത്തിയതേ ഉള്ളൂ. വാക്ക് തന്നത് പ്രഭാവതിയാണെങ്കിൽ ഈ വിവാഹം നടത്തിയിരിക്കും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല.
വിശാൽ ജാസ്മിനെ വിവാഹം കഴിക്കുമെന്ന് മിസ്റ്റർ ഗോപിനാഥ് പറയട്ടെ. മിസ്റ്റർ ഗോപിനാഥ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. മിസ്റ്റർ ഗോപിനാഥ്, എന്താ ഒരു മറുപടി പറയാത്തത്? എനിക്കൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. അതെ, അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. എന്റെ വിവാഹത്തെക്കുറിച്ചല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? അതിന് ഞാൻ മറുപടി പറഞ്ഞാ പോരെ? മതി. എനിക്കൊരു ഉറപ്പ് കിട്ടണം. ഞാൻ ഉറപ്പ് നൽകുന്നു. ജാസ്മിൻ ഇനിയും വിവാഹ വേഷത്തിൽ ഒരുങ്ങും. ജാസ്മിൻ ഇനിയും വിവാഹ വേഷത്തിൽ ഒരുങ്ങുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരുങ്ങി വന്നതാ എന്റെ മകള്. അതുപോലെ ആകരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വിവാഹം നടക്കും. വിശാൽ, നീ എന്തേ പറയുന്നേ? വിശാലിന് പറയാനുള്ളത് വിശാല് പറഞ്ഞോളൂ. രാധിക ഇടയിൽ കയറി സംസാരിക്കണ്ട. ജാസ്മിന് വേണ്ടി നിങ്ങളൊക്കെയല്ലേ സംസാരിക്കുന്നേ? അപ്പോ വിശാലിന് വേണ്ടി എനിക്കും സംസാരിക്കാം. വിശാൽ, നീ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഒരു വാക്ക് കൊടുക്കരുത്. വിവാഹം ഒരു പെൺകുട്ടിയുടെ അവകാശമല്ലേ ചെറിയമ്മേ? അത് ജാസ്മിന്റെ ആ അവകാശം നമുക്കായിട്ട് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. വിവാഹം നടക്കും. വിശാൽ, അതുവരെ ജാസ്മിന് ഈ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യാം. വിശാൽ ബ്രോ, പാർവതി മറന്നുകൊണ്ട് വാക്ക് നൽകല്ലേ. പാവം കിട്ടും. ഈ വിശാൽ ഗോപിനാഥിന് വാക്കൊന്നേ ഉള്ളൂ അങ്കിൾ. ജാസ്മിനെ വിവാഹ വേഷത്തിൽ അങ്കിളിനെ കാണാൻ കഴിയും. പക്ഷേ അതിന് 1 മാസത്തെ സാവകാശം തരണം.